മിനി ഫിലിപ്പ്, അടുത്ത സർക്കാർ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വലിയ വമ്പൻ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതി പ്രഖ്യാപിക്കും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ വർഷങ്ങളിൽ അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. പ്രകടന പത്രികയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഹൈസ്പീഡ് റെയിൽവേയെ കുറിച്ചുള്ള വാഗ്ദാനം എന്ന് പറയുന്ന എല്ലാ പ്രകടന പത്രികയിലും കാലാകാലങ്ങളായി ഉണ്ടാവാറുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അതൊരു വാചകം മാത്രമായി കണ്ടേക്കാം. അതിനപ്പുറത്ത് കോമ്പൻസേഷൻ അവിടെ നിൽക്കട്ടെ, ഈ സ്ഥലം ഏറ്റെടുക്കാതെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഏത് പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുത്താലും ഇതേ പ്രശ്നങ്ങളും ഇതേ എതിർപ്പും ഉണ്ടാവില്ലേ? ഒരു എതിർപ്പുമില്ലാതെ ഒരു പദ്ധതി ഉണ്ടാവുക എന്നുള്ളത് സാധ്യമാണോ? ഈ കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു ബദല് നിർബന്ധമായും വേണം എന്ന നിലയിൽ നമ്മൾ ചർച്ച പോകുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകളെ കുടിയിറക്കുന്ന, അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു പദ്ധതി അനിവാര്യമാണ് എന്ന നിലയിലുള്ള ആലോചന പോകുന്നത് എന്തിനാണ്? ജനങ്ങളുടെ യാത്രാക്ലേശമാണ് സിൽവർ ലൈൻ പദ്ധതി ഉന്നം വച്ചിരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ സമാനമായ പദ്ധതികൾ ഉന്നം വയ്ക്കുന്നതെങ്കിൽ, ഈ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വേണ്ടുന്ന ജനങ്ങളെ കുടിയിറക്കുന്ന ഒരു പദ്ധതിക്ക് ബദലുണ്ടോ എന്നല്ലേ അന്വേഷിക്കേണ്ടത്? സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമരം നടക്കുന്ന സമയം മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് ബദലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. KSRTCയെ ശക്തിപ്പെടുത്തുക. ഈ നാട്ടിൽ നിത്യേന എന്നവണ്ണം യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ തൊഴിലാളികളായ സ്ത്രീ പുരുഷന്മാർക്കും വിദ്യാർത്ഥികൾക്കും യഥേഷ്ടം യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ KSRTCയെ ശക്തിപ്പെടുത്തണം. അതാണ് ആദ്യം ഗവൺമെൻറ് ചെയ്യേണ്ടുന്നത്. 2, റെയിൽവേ ഗതാഗതം ശക്തിപ്പെടുത്തണം. ഏതൊരാൾക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ റെയിൽവേ ഗതാഗതം ശക്തിപ്പെടുത്തണം. ആവശ്യത്തിന് പാസഞ്ചർ ട്രെയിനുകൾ ഇടണം. ഈ പണിയെടുക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതാണ് ആദ്യം ഉണ്ടാക്കേണ്ടുന്നത്. സിൽവർ ലൈൻ പദ്ധതി വന്നപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒറ്റയടിക്ക് പോകാൻ ഏതാണ്ട് 75,000 ആളുകൾ പ്രതിദിനം യാത്ര ചെയ്യും എന്നൊരു കണക്കാണ് DPR കാണിച്ചത്. അങ്ങനെ യാത്ര ചെയ്യാൻ ആളുകളുണ്ടോ കേരളത്തിൽ? മുംബൈ പൂന ഹൈവേയിലെ ഓടുന്ന അതിവേഗ ട്രെയിനിൽ പോരും ആ DPRൽ പറയുന്ന 40,000 ആളുകളെ യാത്ര ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. എങ്ങനെയാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് കാസർഗോഡ് എത്തുമ്പോഴേക്കും 70,000 ആളുകൾ നിത്യേന യാത്ര ചെയ്യുന്നത്? എന്ന് തന്നെയുമല്ല, കേരളത്തിൻ്റെ യാത്രാ ആവശ്യകത എന്ന് പറയുന്നത്, നമ്മൾ കൊച്ചി മെട്രോ പരിശോധിച്ചാൽ, തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോ എടുത്താൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിനകം 7-8 സ്റ്റോപ്പുണ്ട്. ഓരോ കിലോമീറ്ററിനകത്ത് സ്റ്റോപ്പാണ്. 100 കണക്കിന് ആളുകൾ ഓരോ സ്റ്റേഷനിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതാണ് കേരളത്തിൻ്റെ യാത്രാ ആവശ്യകത എന്ന് പറയുന്നത്. അവിടെയാണ് കേവലം 11 സ്റ്റോപ്പുള്ള ഒരു റെയിൽ വയ്ക്കുന്നത്. അത്രത്തോളം ആബദ്ധമാണ് ഇത്തരം ആലോചനകൾ. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിയാണ് നമ്മൾ ഈ ആലോചിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. പാസഞ്ചർ ഫ്രണ്ട്ലി അല്ല, ജനാനുകൂലമായ സംഗതികളല്ല. ഞാനിത് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ സംഗതി. 2, ഇത്രത്തോളം കോടികൾ ചെലവഴിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ട് അതാണ് വികസനം എന്ന് പറയും. ദീർഘകാലമായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. അതല്ല വികസനം. ഇതും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളോ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ള വമ്പൻ നിർമ്മിതികളോ അല്ല വികസനം. അഥവാ അത് മാത്രമല്ല വികസനം. ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം, ഇത്രത്തോളം വലിയ പദ്ധതികൾ വരുന്ന സമയത്ത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നുണ്ടോ? ഈ വികസനത്തിന്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളാകുന്നുണ്ടോ? ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇരിക്കുന്ന ഒരു കൂര വളരെ ജനങ്ങളുടെ അഭിപ്രായം ശരിയായ കാര്യം തോന്നുന്നു.